It's such a joy to be with each one of you. നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ആയിരിക്കുവാൻ കഴിയുന്നത് വലിയ സന്തോഷമാകുന്നു. It's an honor. ഇത് വലിയ ബഹുമാനമാകുന്നു. A few weeks ago, we looked at this word consecration. വേർതിരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നാം അല്പാഴ്ചകൾക്ക് മുമ്പാകെ ശ്രദ്ധിച്ചു. And we specifically looked at the fact that the Lord has consecrated each one of us. നമ്മെ ഓരോരുത്തരെയും ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള സത്യം നാം അവിടെ കാണുകയുണ്ടായി. And last week, that week we particularly looked at we are consecrated unto the Lord. നാം കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അത് സംസാരിച്ച സമയത്ത് നാം കണ്ടു നാം ദൈവത്തിങ്കിലേക്ക് വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Amen. ആമേൻ. We are all set apart. The word consecrated means set apart or made holy or dedicated, devoted to the Lord. അപ്പോൾ വിശുദ്ധീകരിച്ച് വേർതിരിക്കുക, കോൺസെക്രേറ്റഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുക, വേർതിരിക്കപ്പെടുക, മറ്റ് പ്രത്യേക ശ്രദ്ധയൊന്നുമില്ലാതെ എന്നുള്ള അർത്ഥമാകുന്നു. Amen. And we looked at this verse from Joshua chapter 3 and verse 5. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം നോക്കുകയുണ്ടായി. And for those of us, let me give you a memory verse. What was it? Oh, you've already put it up. You guys are too much here. I mean, the Lord is giving an instruction to Joshua and the next generation. Consecrate yourself unto the Lord because the Lord is going to do a great thing. ദൈവം യോശുവയ്ക്കും അടുത്ത തലമുറയ്ക്കും ഒരു നിർദ്ദേശം നൽകുകയാകും. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. Ask your neighbor, are you ready? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാട്ടെ, നിങ്ങൾ ഒരുക്കമാണോ? Did they say yes? അവര് ആന്ന് പറഞ്ഞോ? If they said no, give them one tap and say, hey, are you ready? ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഒരു ടാപ്പ് കൊടുത്തിട്ട് പറയുക, നിങ്ങൾ റെഡിയാണോ? ഒരു ടാപ്പ് കൊടുക്കാനല്ല പറഞ്ഞു, നല്ലൊരു അടി കൊടുക്കാനാ പറഞ്ഞു. To make sure that we give them one wake up call to say that, hey, it's time, the Lord is going to do great wonders. ദൈവം അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുമാർ അവർക്ക് നല്ലൊരു അടി കൊടുക്കുക. And then we looked at this verse, 2 Corinthians chapter 6, where it says there's nothing common between the righteous and lawlessness. അതിനുശേഷം 2 കൊരിന്ത്യരിൽ നാം കാണുകയുണ്ടായി, അതായത് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നീതിയിലും അതോടൊപ്പം തന്നെ അധർമ്മത്തിലും പൊതുവായിട്ട് ഒന്നുമില്ല. Yeah, the Lord was trying to tell us that hey, there is nothing common between the Lord's temple, which is us, and the idols of this world or the devotions of this world. അവിടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാകുന്നു, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുന്ന നാമും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുമായിട്ട് പൊതുവായി ഒന്നുമില്ല. Tell your neighbor, it's another standard. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഇത് വേറെ ഒരു നിലവാരമാണെന്ന് പറഞ്ഞു. Yeah, tell your neighbor, it's another standard. Expect another standard. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഇത് വേറെ ഒരു നിലവാരമാകുന്നു, അത് നിങ്ങൾ പ്രതീക്ഷിക്കണം. And we looked at this word kadosh in Joshua 3:5, which meant that the Lord has consecrated us for a purpose. അവിടെ ഖദോഷ് എന്നുള്ള വാക്ക് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുകയുണ്ടായി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം വേർതിരിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥമാകുന്നു. I like teaching God's words. I want to do a recap just in case you forgot. ദൈവവചനം പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ മറന്നുപോയെങ്കിൽ പെട്ടെന്ന് പഴയതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. And then we looked at this verse in 1 Corinthians 6, where it says that we are bought with a precious price. അതിനുശേഷം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നാം കാണുകയാകുന്നു, നാം വിലയേറിയതായിട്ടുള്ള മൂല്യത്തോടുകൂടെ ദൈവം നമ്മെ വിലയ്ക്ക് മേടിച്ചു. And we looked at 1 Peter 1 and verse 18 onwards, where that price is the precious blood of Jesus Christ. അവിടെ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 18-ാം വാക്യത്തിൽ നാം കാണുന്നു, ആ വില എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാകുന്നു. Look at your neighbor and say, I am a very expensive person. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഞാൻ വളരെ വിലപിടിപ്പുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാട്ടെ. Amen, because the blood of Jesus has purchased me. കാരണം യേശുക്രിസ്തുവിന്റെ രക്തമാകുന്നു എന്നെ വിലയ്ക്ക് മേടിക്കുവാൻ ഉപയോഗിച്ചത്. Amen, the blood of Jesus is very precious. യേശുവിൻ്റെതായിട്ടുള്ള രക്തം വളരെ അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ്. And today morning Pastor Jijo was reminding us about how the Lord has to be in our life. Unless he builds our life, everything that we do is in vain. ഈ പ്രഭാതത്തിൽ പാസ്റ്റർ ജോ ഓർമ്മിപ്പിച്ചു, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നാം ചെയ്യുന്നതെല്ലാം എങ്ങനെ വ്യർത്ഥമായി പോകുമെന്നുള്ളത്. Amen. So we are all consecrated to the Lord. അതുകൊണ്ട് നാം എല്ലാവരും യേശുക്രിസ്തുവിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ്. Same to same. Hallelujah. Yeah, so we are all consecrated to the Lord. അതുകൊണ്ട് നാം കർത്താവിനായി വേർതിരിക്കപ്പെട്ടവരാണ്. Tell your neighbor, you are set apart to the Lord. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നിങ്ങൾ യേശുവിനായി വേർതിരിക്കപ്പെട്ടവരാണ്. Amen. Look at them very seriously and say, hey, you are separated to the Lord. ഇച്ചിരി വളരെ ഗൗരവത്തോടുകൂടെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. Ask your neighbor, do you really believe it? അടുത്തിരിക്കുന്ന ആളോട് ചോട്ടെ, നിങ്ങൾ ശരിക്കും അത് വിശ്വസിക്കുന്നുണ്ടോ? Amen. Because you are separated by the Lord, not by anyone else, by the Lord
God himself. You are separated. ഒരു വ്യക്തിയുമല്ല, എന്നാൽ ദൈവമാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. So we all start our journey in the Lord by being born again. അതുകൊണ്ട് വീണ്ടും ജനിച്ച് നാം ക്രിസ്തുയേശുവിൽ നമ്മുടേതായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. Some of us might be born into a traditional family. നമ്മളിൽ ചിലരാണെങ്കിൽ Christian family. ഒരു പാരമ്പര്യ രീതിയിലുള്ള ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നിട്ടുണ്ടാകാം. Some of us probably heard all the norms. ഒരുപക്ഷെ നമ്മളിൽ പലരും ഈ രീതികളൊക്കെ കേട്ടിട്ടായിരിക്കും ഉണ്ടാകുന്നത്. We've heard the word born again. വീണ്ടും ജനിക്കുക എന്നുള്ള വാക്കെല്ലാം കേട്ടിട്ടുണ്ട്. But maybe we do not understand the concept. എന്നാൽ അതിന്റെ ആ സത്യം എന്തെന്ന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും. That's not my message. അതല്ല എന്റെ ദൂത്. But just because I don't want to miss anyone, if there's anyone seated here or online, എന്നാൽ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ആരും ഇത് നഷ്ടമായി പോകാതിരിക്കാനായിട്ട് I just want to say that it's just simple that you say yes to the lordship of Jesus. അത് വളരെ ലളിതമാണ്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് നിങ്ങൾ ഉവ്വ് എന്ന് പറയുകയാണ്. Where no one else but Jesus is the Lord of our lives. മറ്റാരുമല്ല, യേശു മാത്രമാകുന്നു എന്റെ ജീവിതത്തിന്റെ കർത്താവ് എന്ന് പറയുന്ന അനുഭവം. Amen. Not just the savior of our lives, but he is also the Lord of our lives. എന്റെ രക്ഷകൻ മാത്രമല്ല, എന്നാൽ എന്റെ കർത്താവും കൂടെ. Amen. Amen. Do you know the meaning of lordship? Where it means that he is the only master. He is the only one who determines my life's course. കർത്തൃത്വം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതായത് എനിക്ക് മറ്റ് യജമാനൻ ഒന്നുമില്ല, ഈ യജമാനൻ മാത്രമാണ് എന്റെ ജീവിതത്തിനെ തീരുമാനിക്കുന്നത്. Tell your neighbor, born again is the first step. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ ചുവടാണ്. To enter into his kingdom, like Jesus told Nicodemus, the first step is to be born again. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യേശു നിക്കോദിമോസിനോട് പറഞ്ഞിരിക്കുന്നത് പോലെ വീണ്ടും ജനിക്കുക എന്നുള്ള ആദ്യത്തെ ചുവടാണ്. We are all part of a journey that is for eternity, forever and ever with Jesus. നാം യേശുവുമായിട്ട് ഒരു നിത്യതയുടേതായിട്ടുള്ള യാത്രയിൽ നാം എല്ലാവരുമായിരിക്കുന്നു. And the next step is to be consecrated to the Lord. അടുത്ത ചുവടെന്ന് പറയുന്നത് ഈ കർത്താവിനോട് നാം വേർതിരിക്കപ്പെടുക എന്നുള്ളതാണ്. So it's not just coming to church, അതുകൊണ്ട് സഭയിൽ വരിക എന്നുള്ളത് മാത്രമല്ല, but it's your Monday to Saturday. എന്നാൽ നിങ്ങളുടെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലും. Ask your neighbor, are you serious about your Monday to Saturday? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാട്ടെ, നിങ്ങളുടെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഗൗരവത്തോടെയുള്ള ആളാണോ? Ask yourself, is Jesus the Lord of my life on a Monday to Saturday? യേശു എന്റെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ജീവിതത്തിൽ കർത്താവാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ. And that is the step of your consecration unto the Lord. അതാകുന്നു യേശുവിനോട് നിങ്ങൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. Amen. Like Pastor Jijo was saying, where the Lord leads every day of our life. പാസ്റ്റർ ജോ പറഞ്ഞതുപോലെ ഓരോ ദിവസവും യേശുവാകും നമ്മളെ നയിക്കുന്നത്. And that's the second step. അത് രണ്ടാമത്തെ ചുവടാണ്. And the third step is what I'm going to take you into. മൂന്നാമത്തെ ചുവട് ആകുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. And that is a consecration unto the Lord's purposes. അത് യേശുക്രിസ്തുവിന്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വേർതിരിപ്പിന് അനുഭവം. So we might be born again. നാം വീണ്ടും ജനിച്ചു. We might be coming to church. നാം സഭയിലേക്ക് വരുന്നു. We might have given our lives to love the Lord. നാം യേശുവിനെ സ്നേഹിക്കാമെന്ന് നാം തീരുമാനിച്ചിട്ടുണ്ട്. But it takes another intentional decision to actually be involved in the work of the Lord. എന്നാൽ ദൈവത്തിന്റെ വേലയിൽ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ തീരുമാനത്തോടുകൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. I'm not asking you to leave your job. നിങ്ങളുടെ ജോലി വിടാനൊന്നുമല്ല പറയുന്നത്. I'm not asking you to give up your studies. നിങ്ങളുടെ പഠനം നിർത്താനല്ല പറയുന്നത്. But I'm asking you to be involved in the purposes of God. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികളുടെ ഭാഗമാകുവാൻ തീരുമാനിക്കുക എന്നുള്ളതാകുന്നു ഞാൻ പറയുന്നത്. Anyone who can offhand say Jeremiah 29:11. യിരെമ്യാവിന്റെ പുസ്തകം 29:11 പെട്ടെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? Brilliant. For I know the plans that I have for you, says the Lord. The plans to prosper and not to harm you. അവിടെ പറയുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ളത് അത്രേ. Tap your neighbor again and say, hey, he's got a plan for you. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുകൊണ്ട് പറഞ്ഞാട്ടെ, ഈ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. Look them into the eyes and say, hey, you got a purpose. God has a purpose for you. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. Amen. കല്യാണത്തിന്റെ സമയത്ത് മാത്രമല്ല നമ്മൾ കണ്ണി നോക്കുന്നത്, right? So if you are sitting next to your husband or your wife, look them into the eyes and say that, hey, the Lord has a purpose for you. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. Amen.
It is not just to be a husband and a wife, but the Lord has specifically designed. That's what Jeremiah 29 says. I have a plan for you. ഒരു ഭർത്താവും ഭാര്യയുമായിട്ട് ഇരിക്കാൻ മാത്രമല്ല, എന്നാൽ വ്യക്തമായ ചില പദ്ധതികൾ ദൈവത്തിന് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചുമുണ്ട്. Amen. The Lord has a specific plan for each one of us. ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ നാം ഓരോരുത്തരെ കുറിച്ചുമുണ്ട്. And so we are all consecrated to the Lord's purposes. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളെ സംബന്ധിച്ച് നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. But it is our choice whether we want to commit ourselves to it. എന്നാൽ അതിന് നമ്മെ തന്നെ സമർപ്പിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. The Lord will never force us. ദൈവം ഒരിക്കലും നമ്മെ നിർബന്ധിക്കുകയില്ല. He's not a dictator. ദൈവം ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയല്ല. But it is as a son and a daughter, our love responds to the Lord, that whether we want to say, Lord, I want to do your will. എന്നാൽ ഒരു മകൻ ഒരു മകൾ എന്ന നിലയിൽ ഈ ദൈവത്തിന്റെ ഇഷ്ടം, ഈ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായി മാറണം. Amen. Every day to ask the Lord, Lord, what is your desire for me today? ഓരോ ദിവസവും ഈ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് അങ്ങയുടെ ആഗ്രഹം എന്നെക്കുറിച്ച് എന്താകുന്നു എന്ന്. We need to have this practice of asking the Lord every moment, Lord, what is your will for this next moment? ഓരോ സമയവും ഈ ദൈവത്തോട് ചോദിച്ച, പിതാവേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. Amen. കർത്താവ് നമ്മളോട് സംസാരിക്കും. The Lord will speak to us. Amen. Tell your neighbor, do you believe that? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചായിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Amen. The Lord will speak to us. ദൈവം നമ്മോട് സംസാരിക്കും. He will tell us, call that person. ദൈവം നമ്മോട് പറയും, ആ വ്യക്തിയെ നിങ്ങൾ വിളിക്കുക. The Lord will tell us, hey, you have a work in the city. ദൈവം നമ്മോട് പറയും, നിനക്ക് ഈ പട്ടണത്തിൽ ഒരു വേലയുണ്ട്. ആരും ആമേൻ പറഞ്ഞില്ല. Hallelujah. Let's look at our neighbor and say, hey, be there for the 21st of December. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, 21-ാം തീയതി നിങ്ങൾ വരണമെന്ന് പറഞ്ഞാട്ടെ. അപ്പൊ അവർ അന്തം വിട്ടിരിക്കും അല്ലേ, അനൗൺസ്മെന്റ് കേട്ടില്ല അല്ലേ? All right, on the 21st of December we have an outreach program. Please don't miss this opportunity. 21-ാം തീയതി നമുക്കൊരു ഔട്ട്റീച്ച് ഉണ്ട്. ആ അവസരം നിങ്ങൾ പാഴാക്കരുത്. Amen. If you have not planned anything else on that day, please do plan this as your agenda. നിങ്ങൾ മറ്റൊന്നും ആ സമയത്ത് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളുടെ അജണ്ടയിൽ ഇടുക. It's a free opportunity for us to be part of the outreach in the city. ഈ പട്ടണത്തിലുള്ള ഒരു ഔട്ട്റീച്ചിൽ ഭാഗമാകുവാൻ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. Amen. ആമേൻ. Amen. ആമേൻ. You don't have to do anything. You just have to be there. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വന്നാൽ മതി. People will tell you what to do. വ്യക്തികൾ നിങ്ങളോട് പറയും എന്ത് Tell your ചെയ്യണം. neighbor, are you happy? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? You don't have to plan. Anybody like me that probably likes to plan, we will do all the planning. Don't worry, you be there. നിങ്ങൾ ഒരു പ്ലാനിങ്ങും ചെയ്യേണ്ട, അവിടെ വന്നാൽ മതി, ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ടാകും. We are consecrated to the Lord's purpose. നാം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകും. Ephesians 1 verse 3 to 4. എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ In the amplified version. ആംപ്ലിഫൈഡ് വേർഷനിൽ ഇങ്ങനെ പറയുന്നു. In his love he chose us in Christ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ക്രിസ്തുവേശു നമ്മെ സ്വീകരിച്ചു. Actually selected us for himself as his own. ഈ ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ ദൈവത്തിന് സ്വന്തമായി തിരഞ്ഞെടുത്തു. Before the foundation of the world. ലോകസ്ഥാപനത്തിന്റെ മുമ്പാകെ തന്നെ. Tell your neighbor, you were consecrated to the Lord from the beginning. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, മുൻപേ തന്നെ ദൈവം നിങ്ങളെ വേർതിരിച്ചതാണെന്ന് പറഞ്ഞാട്ടെ. Amen. From the foundation of the world we are all consecrated to the Lord. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വേർതിരിച്ചിരിക്കുന്നു. And the next part says, അടുത്ത ഭാഗം പറയുന്നത്, so that we would be holy. അങ്ങനെ നാം വേർതിരിക്കപ്പെട്ട്, that is consecrated, set apart for him. ദൈവത്തിനു വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ട്. And then it goes on to say purpose driven. ഒരു പദ്ധതിയാൽ നയിക്കപ്പെട്ട്. Ask your neighbor, are you purpose driven? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാട്ടെ, നിങ്ങൾ പദ്ധതിയാൽ നയിക്കപ്പെടുന്നവരാണോ? Amen. This verse says that we are all consecrated with a purpose. തിരുവചനം പറയുന്നത്, ഈ വാക്യം പറയുന്നത് നാം ദൈവത്തിന്റെ പദ്ധതിയാൽ വേർതിരിക്കപ്പെട്ടവരാണെന്നാണ്. And so the Lord has all called us with a specific call. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു വിളിയോടുകൂടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. In simple words, a calling is the Lord's personal invitation from the Father. ഈ വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ പിതാവിൽ നിന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ക്ഷണമാണ്. For that unique purpose he has designed for us. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, ചിന്തിച്ചിരിക്കുന്ന ആ തനതായിട്ടുള്ള പദ്ധതി. A big question to each one of us. നിങ്ങളോടുള്ള അല്ലെങ്കിൽ നാം ഓരോരുത്തരോടുമുള്ള വലിയൊരു ചോദ്യം. I'm not asking about looks, okay? But do you think Pastor Jijo and myself, we are similar in our call? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാണുന്ന രീതിയിലല്ല, പക്ഷെ ഞങ്ങളുടെ വിളിയിൽ ഞങ്ങൾ ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പാസ്റ്റേഴ്സ് ഒക്കെയാണ്, ടൈറ്റിലൊക്കെ പാസ്റ്റേഴ്സ് ഒക്കെയാണ്, പക്ഷെ ഡു യു തിങ്ക് ദാറ്റ് വി ഓപ്പറേറ്റ് ഇൻ ദ സെയിം വേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരേ രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? പാസ്റ്റർമാരെന്നുള്ള ആ ഒരു ടൈറ്റിലുണ്ട്. Yeah,
Or Pastor Tibi and Pastor Kavita, do you think that they are all similar? അല്ലെങ്കിൽ പാസ്റ്റർ ടെബി പാസ്റ്റർ കവിത അവർ ഒരുപോലെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? No? So we are all uniquely created. We are all four of us, we are pastors. ഞങ്ങൾ 4 പേരും പാസ്റ്റേഴ്സ് ആണ്, എന്നാൽ വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. We all have a uniqueness. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ചില വ്യക്തിത്വമുണ്ട്. Amen. Tell your neighbor, don't copy me. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ എന്നെ കോപ്പി ചെയ്യരുതെന്ന് പറയാം. Amen. Don't copy me. Don't try to be like me. എന്നെ പോലെ ആകാൻ ശ്രമിക്കരുതെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ. Amen. In a good way or a bad way, don't try to be like me. അത് നല്ല രീതിയിലാണെങ്കിലും മോശമായ കാര്യമാണെങ്കിലും എന്നെ പോലെ ആകരുത്. Amen. You can be like me if I am like Christ. ഞാൻ ക്രിസ്തുയേശുവിനെ പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് അനുകരിക്കാം. So the big question is, how does God call us? അപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യം, എങ്ങനെ ദൈവം നമ്മെ വിളിക്കുന്നു? In the Bible, we see that God called different people differently. ദൈവം വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളെ വ്യത്യസ്തമായ രീതിയിൽ വിളിക്കുന്ന നമുക്ക് കാണുവാൻ In കഴിയുന്നു. different ages also. പല പ്രായത്തിലും. Some of us must be thinking, അയ്യോ ഇത്രയും പ്രായമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കർത്താവേ. Don't worry, I'll show you from the Bible. തിരുവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസമായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പ്രായത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ കുറിച്ച്. Look at Noah. നോഹയുടെ കാര്യം നമുക്ക് നോക്കാം. Genesis chapter 6 and verse 8. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെതായിട്ടുള്ള 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. He was the only righteous person in his generation. തന്റേതായിട്ടുള്ള തലമുറയിൽ നീതിമാൻ ഒരുവൻ നോഹ മാത്രമായിരുന്നു. Everyone was doing unrighteousness. എല്ലാവരും അധർമ്മത്തിൽ നടന്നു. And the Lord spoke to him directly. ദൈവം വളരെ അഭിമുഖമായി നോഹയോട് സംസാരിക്കുകയാണ്. How old was Noah when he heard the voice of God? ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? Quiz. Ta 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 ta. Crorepati. Kaun banega crorepati? I won't give you the money, but how old was he? Yeah, I think from the Bible it says somewhere around 500. തിരുവചനത്തിൽ നിന്ന് പറയുന്നത് ഏകദേശം 500 എന്നാണ് പറയുന്നത്. Yeah, he built the ark for 100 years. 100 വർഷത്തോളം താൻ ആ പെട്ടകം പണിയുകയാണ്. And then in the year 600 he gets the instruction of getting into the ark. അതിനുശേഷം 600-ാമത്തെ വയസ്സിലാണ് പറയുന്നത് പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാനായി. Anyone who has reached 500? 500 വയസ്സായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Tell your neighbor, hey, your number വരുന്നു. I mean, your time is coming. ആരും പറയുന്നില്ല. Tell them that your time is not up. Your time is coming. Amen. The Lord spoke directly to Noah. ദൈവം വളരെ വ്യക്തമായി അഭിമുഖമായി നോഹയോട് സംസാരിച്ചു. In Genesis 12, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം. Abraham did not have a background of having a family that was in the faith. വിശ്വാസത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലമൊന്നും അബ്രഹാമിന് ഉണ്ടായിരുന്നില്ല. They were building idols. അവർ ബിംബങ്ങളെ ഉണ്ടാക്കുന്നവരായിരുന്നു. And so the Lord spoke to him directly. അതുകൊണ്ട് ദൈവം അഭിമുഖമായിട്ട് അബ്രഹാമിനോട് സംസാരിച്ചു. You look at Joseph in Genesis 37. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 37-ാം അധ്യായത്തിൽ യോസേഫിന്റെ കാര്യം നോക്കുമ്പോൾ The Lord spoke to Joseph through dreams. സ്വപ്നങ്ങളിലൂടെ യോസേഫിനോട് ദൈവം ഇടപെട്ടു. How old was Abraham when the Lord spoke to him? ദൈവം അബ്രഹാമിനോട് സംസാരിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 75. Brilliant. Yeah. So anyone who has not reached 75, don't worry. Tell your neighbor your time is coming. 75 ആവാത്തവർക്ക് സമയമാകുന്നു എന്ന് പറഞ്ഞാൽ മതി. Yeah. So we have great examples: Noah, Abraham, Joseph. How old was he? യോസേഫ് എത്ര വയസ്സായിരുന്നു? 17. Yeah. Somewhere around the teens. Yeah. കൗമാരപ്രായത്തിലായിരുന്നു. So if you're thinking you're too young, hey, there are examples in the Bible. The Lord will speak to you through dreams. നിങ്ങൾ യുവാക്കളായ അല്ലെങ്കിൽ യുവതികളാകുന്നുവെങ്കിൽ അപ്പോഴും തിരുവചനത്തിലെ ഉദാഹരണമുണ്ട്. അതായത് ദൈവം നിങ്ങളോട് ഇടപെടുവാൻ കഴിയും. Look at the little boy Samuel. ശമൂവേൽ ബാലന്റെ കാര്യം നോക്കുമ്പോൾ He heard the voice of God when the word was rare, his leader was falling, and then the Lord speaks to Samuel, a little kid. താൻ ദൈവശബ്ദം കേട്ടത് താൻ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ നേതാവ് പിന്മാറ്റത്തിലായിരുന്നപ്പോഴും ദൈവവചനം അവിടെ വളരെ കുറവായിരുന്ന കാലത്തിലുമായിരുന്നു താൻ കേട്ടത്. Moses, he had an encounter at the burning bush. ആ കത്തുന്ന മുൾപടർപ്പിന്റെ അനുഭവം. When was Moses called? മോശ എപ്പോഴാണ് വിളിക്കപ്പെട്ടത്? 80. Yeah, he heard the voice of God for that call at the age 80, but he was set apart even before he was born. താൻ ജനിച്ചപ്പോൾ തന്നെ ദൈവം വേർതിരിച്ചുവെങ്കിലും താൻ ദൈവശബ്ദം കേട്ടത് 80-ാമത്തെ വയസ്സിലാണ്. His mom knew that he was going to be the deliverer. തന്റെ മാതാവിന് അറിയാമായിരുന്നു ഇവൻ വിമോചകനാണ് എന്നുള്ളത്. Amen. Amen. ആമേൻ. Amen. Tell your neighbor, read your Bible. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ബൈബിൾ വായിക്കണം. Amen. Because there are so many details in the Bible that will really encourage us. കാരണം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിലുണ്ട്. And then you look at David. ദാവീദിനെ കുറിച്ച് നോക്കുമ്പോൾ
the Lord sends a prophet, a well-known prophet like Pastor Samuel. പാസ്റ്റർ സാമച്ചനെ പോലെ വളരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ വിടുകയാണ്. Tell your neighbor, don't miss January 5th. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ജനുവരി 5-ാം തീയതി നഷ്ടമാക്കരുതെന്ന് പറഞ്ഞാട്ടെ. Amen. Because there's a prophetic gift that is coming to the church. കാരണം സഭയിലേക്ക് ഒരു പ്രവാചകന്റേതായിട്ടുള്ള വരം കടന്നു വരികയാണ്. David was minding his own business as a young boy. ദാവീദ് ഒരു യുവാവായിട്ട് തന്റെ കാര്യം ചെയ്ത് ജീവിക്കുകയായിരുന്നു. He was not even in the house. താൻ ഭവനത്തിൽ പോലും ഇല്ലായിരുന്നു. And the prophet says, "ഇത്രയും പേരെ ഉള്ളോ, വേറെ ആരെങ്കിലും ഉണ്ടോ?" And the Lord sends word to bring the man so that he can give him a word. അപ്പോൾ ആ ദേവദാസന് ദൈവം ശബ്ദം അല്ലെങ്കിൽ സ്വരം അയച്ച് ദൈവത്തിന്റെ ദൂത് അയച്ച് പറയുകയാണ്, അതായത് ഈ മനുഷ്യനെ കൊണ്ടുവരുവാനായിട്ട്. Tell your neighbor you are consecrated to his purpose. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാകുന്നു. So you can hear God's voice നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും directly ഡയറക്റ്റ് ആയിട്ട്, or through others, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ through a prophetic voice, ഒരു പ്രവാചക ശബ്ദമായിട്ട്, or it can be like Nehemiah, അല്ലെങ്കിൽ നെഹമ്യാവിനെ പോലെ where somebody comes and shares a burden. ഒരു വ്യക്തി കടന്നു വന്ന് ആ തന്റേതായിട്ടുള്ള ഭാരം അറിയിക്കുകയാണ്. Amen. Hanani comes to his cousin comes to him, or his brother comes to him, and he shares a burden about the broken walls. തന്റെ സഹോദരനായിരിക്കുന്ന ഹനാനി വന്ന് അവിടെ തകർന്നു പോയ യെരൂശലേമിന്റെ മതിലുകളെ കുറിച്ചുള്ള ഭാരം പറയുകയാണ്. And Nehemiah feels the burden. അവിടെ നെഹമ്യാവിന് ആ ഭാരം തോന്നുകയാണ്. So some of us might be feeling a burden about something or somebody. ഒരു പക്ഷേ നമ്മൾ ചിലർക്ക് ചില കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ചോ ഒരു ഭാരം തോന്നാം. And we pick it up like Nehemiah. നെഹമ്യാവിനെ പോലെ നാം അത് ഏറ്റെടുക്കുവാനും കഴിയും. Or it can be like Paul, അല്ലെങ്കിൽ പൗലോസിനെ പോലെ, who had an encounter where Jesus himself comes and speaks. യേശു തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു കണ്ടുമുട്ടലിന്റെ അനുഭവം. Or it can be like Joshua or some of these people like Elisha, where the leaders pick them up. അല്ലെങ്കിൽ യോശുവയെ പോലെ അല്ലെങ്കിൽ ഏലീശയെ പോലെ അവരുടേതായിട്ടുള്ള നേതാക്കന്മാർ അവരെ തിരഞ്ഞെടുക്കുകയാണ്. Amen. ആമേൻ. Where Pastor John or like Pastor Jijo or Pastor TB comes and says, "Hey, come and serve." അല്ലെങ്കിൽ പാസ്റ്റർ ജോൺ, പാസ്റ്റർ ജോ, പാസ്റ്റർ ടി വന്ന് പറയുകയാണ്, നിങ്ങൾ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരിക എന്ന് പറയുന്നത് So we can get our call in different ways. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ വിളികൾ ലഭിക്കുവാൻ കഴിയും. Or let me rephrase it. We are called from the beginning, but we can recognize the call in different ways. ഞാൻ അതിനെ വ്യത്യസ്തമായ രീതിയിൽ പറയട്ടെ. നാം മുൻപേ തന്നെ വിളിക്കപ്പെട്ടവർ ആകുന്നു അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവരാകുന്നു. എന്നാൽ നാം അത് മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാകും. Some of us must be asking, "Oh, I'm studying, I am working. How do I fulfill the call with my job?" നമ്മിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, ചോദിക്കുന്നുണ്ടാകാം, ഞാൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, എങ്ങനെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ വിളി എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും? Tell your neighbor, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, with a job or without a job, you are a full-timer. നിങ്ങൾ ജോലി ഉള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ പൂർണ്ണസമയ ദൈവവേലക്കാരനാണ്. Amen. Whether it was Nehemiah, whether it was Daniel, whether it was Joseph, whoever had a job, they were serving God. അത് നെഹമ്യാവാണെങ്കിലും ദാനിയേൽ ആണെങ്കിലും യോസേഫ് ആണെങ്കിലും ജോലിയോടൊപ്പം തന്നെ അവർ ദൈവത്തെ ശുശ്രൂഷിച്ചു. And all the women are wondering, "Oh, അതെല്ലാം ആണുങ്ങളാണല്ലോ, ഞാൻ അതിൽ ഇല്ലല്ലോ." Don't worry, Esther was also there. അപ്പൊ സ്ത്രീകൾക്ക് ചിന്തിക്കേണ്ടത് എസ്തറും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Amen. So the Lord would give us a career so that he can open that opportunity or use that opportunity to serve, for us to serve the Lord. ദൈവം പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ജോലി തരുന്നത് ആ അവസരം ഉപയോഗിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാകും. I came to Trivandrum to study ഞാൻ തിരുവനന്തപുരത്ത് വന്നത് പഠിക്കാനാണ്. for a software course, a short term software course. ഒരു ചെറിയ കാലത്തേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നു. And then I got a job in Technopark. അതിനുശേഷം ടെക്നോപാർക്കിൽ എനിക്ക് ജോലി ലഭിച്ചു. And while I got the job, I started serving the church that I was part of then. ഞാൻ ആ സമയത്ത് ഭാഗമായിരുന്ന സഭയിൽ ഈ ജോലിയോടൊപ്പം ഞാൻ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. And then I got to know about Trodby. അതിനുശേഷം ഞാൻ ട്രോട്ട്ബിയെ കുറിച്ച് I അറിയുവാനിടയായി. started being an intercessor for Trodby. ട്രോട്ട്ബിക്ക് വേണ്ടി ഒരു ഇന്റർസെസർ ആകുവാൻ തുടങ്ങി. I started supporting financially because I had a job. എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ സാമ്പത്തികമായിട്ടും സഹായിക്കുവാൻ തുടങ്ങി. And whenever possible, when there was an event, I would go for those events and serve. അവിടെ ചില മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഇവന്റുകളോ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴൊക്കെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. So what happened in that 6.5 years while I was working in Technopark? ഞാൻ ടെക്നോപാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ആ 6.5 വർഷക്കാലം എന്ത് സംഭവിച്ചു? The Lord was working on my heart. ദൈവം എന്റെ ഹൃദയത്തിൽ വേല ചെയ്തു. Amen. Amen. The Lord uses our work to also prepare our heart. ദൈവം നമ്മുടെ വേല ഉപയോഗിച്ച് നമ്മളിലും ഒരു പണി ചെയ്യുവാൻ പലപ്പോഴും അത് ഉപയോഗിക്കും. He's testing whether at our workplace we are people of integrity. ദൈവം പലപ്പോഴും പരിശോധിക്കുന്നത് നമ്മുടെ ജോലി സ്ഥലത്ത് നാം ആത്മാർത്ഥതയുള്ളവരാണോ എന്നുള്ളതാണ്. The Bible says that they couldn't find a fault with Daniel. തിരുവചനം പറയുന്നത് ദാനിയേലിനെ കുറിച്ച് പറയുന്നത് ദാനിയേലിൽ അവർക്ക് കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. Did they? അവർക്ക് പറ്റിയോ?
In the Bible, it clearly says they couldn't find fault with his work. തിരുവചനം വ്യക്തമായി പറയുകയാണ് ദാനിയേലിന്റെ വേലയെക്കുറിച്ച് ഒരു കുറ്റവും അവർക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. How many of us have a job? എത്ര പേർക്ക് ജോലിയുണ്ട്? Can I see your hands, please? You have a job? നിങ്ങൾക്ക് Yes. ജോലിയുണ്ടോ? Yeah, you have some kind of a source of income. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനമുണ്ടല്ലോ. Yeah. If you are placed in that place, remember you're a Daniel there. നിങ്ങൾ ആ സ്ഥലത്ത് ദൈവമാക്കിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അവിടെയുള്ള ദാനിയേലാണ്. Why does the Lord give us a job? എന്തുകൊണ്ട് ദൈവം നമുക്ക് ഒരു ജോലി നൽകുന്നു? In the way that we work, they can see Jesus. നാം വേല ചെയ്യുന്ന രീതിയിൽ അവർക്ക് യേശുവിനെ കാണുവാൻ കഴിയും. Daniel, in between his work, would pray. ദാനിയേൽ തന്റെ വേലയുടെ ഇടയ്ക്ക് താൻ പ്രാർത്ഥിക്കും. Amen. ആമേൻ. Is this there in your Bible? അത് നിങ്ങളുടെ ബൈബിളിലുണ്ടോ? No? Yes, no, yes, no. Tell your neighbor, read your Bible. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, നിങ്ങൾ ബൈബിൾ വായിക്കണം. Amen. When you read your Bible, you will see the fact that Daniel prayed thrice a day. നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു ദാനിയേൽ 3 തവണ ദിനംതോറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I am sure he prayed more than that, but at least in the Bible it's recorded thrice a day. It was his discipline to open the window and go there and pray for the nation. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം അതിലും അധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്നാൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു 3 തവണ നിശ്ചയമായും കിളിവാതിൽ തുറന്ന് താൻ ആ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. Amen. So in your workplace, നിങ്ങളുടെ ജോലി സ്ഥലത്ത് find time to pray. നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക. Amen. Tell your neighbor, pray. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കുക. Now everyone who is not working is happy. Adu ennodalla dood allallo. Yeah. ഇപ്പോൾ ജോലി ഇല്ലാത്തവർ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ ദൂതിന്റെ കാര്യം ഒന്നും ചെയ്യണ്ടല്ലോ, എളുപ്പമായല്ലോ എന്നുള്ളത്. For all of us who are thinking like that, First Thessalonians 5 says, pray at all times. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയട്ടെ, തിരുവചനം പറയുന്നത് നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം പറയുന്നു. Amen. It includes all of us. അത് നാം എല്ലാവരുമുണ്ട്. In Timothy also it says that all of us, all men, I request all men to lift your hands and to pray for those who are in the authoritative places. തിമോത്തിയോസിലും പറയുകയാണ്, എല്ലാ പുരുഷന്മാരും അവരുടെ കരങ്ങൾ ഉയർത്തി അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. Another reason why we might have a job മറ്റൊരു കാര്യം നമുക്ക് ജോലി ഉണ്ടാകുന്നതിന്റെ is because maybe we have a specific geographic location that the Lord has assigned for us. ദൈവം ഒരുപക്ഷെ നമുക്ക് വേർതിരിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജിയോഗ്രഫിക് ലൊക്കേഷൻ ഉണ്ടാകും. Some of you might be called to some nations where you can't go with a proper religious work. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അയക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു മതപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ പോകുവാൻ കഴിയുകയില്ലായിരിക്കാം. But your job can take you there. എന്നാൽ നിങ്ങളുടെ ജോലിക്ക് നിങ്ങളെ അവിടെ എത്തിക്കുവാൻ കഴിയും. Amen. Your job can take you into those locations. നിങ്ങളുടെ ജോലിക്ക് നിങ്ങളെ അവിടെ എത്തിക്കുവാൻ കഴിയും. And once you are there, what do? You share the gospel. നിങ്ങൾ അവിടെ ആയി കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുക. Amen. You be the Daniel in your place. നിങ്ങളുടേതായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ദാനിയേലാകുക. What happened in Daniel's days? ദാനിയേലിന്റേതായിട്ടുള്ള സമയത്ത് എന്ത് സംഭവിച്ചു? The kings, the authorities decided to declare that this God is the real God. രാജാവും അധികാരികളും അവർ തീരുമാനിക്കുകയാണ്, അവർ പ്രഖ്യാപിക്കുകയാകുന്നു, ദാനിയേലിന്റേതായിട്ടുള്ള ദൈവമാകുന്നു ശരിയായ ദൈവം. Tell your neighbor, you are consecrated to his purposes. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. Amen. So we have different reasons why we have a job. അതുകൊണ്ട് നമുക്ക് ജോലി ഉണ്ടാകാൻ തക്കവണ്ണം പല കാരണങ്ങളുണ്ട്. Amen. ആമേൻ. Amen. Yeah. Don't think of your job as just a money making income, a source of income. ഒരു വരുമാനത്തിന്റെ സ്രോതസ്സായിട്ട് അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് നിങ്ങൾ ജോലിയെ കാണരുത്. There are a lot of my friends who have jobs. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേർ, അവർക്ക് ജോലികളുണ്ട്. One of the things that I honor them about is that they save up their leaves so that they can take leave to go for mission trips. എനിക്ക് അവരെ വളരെ ബഹുമാനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവരവരുടെ അവധികളെല്ലാം മാറ്റിവെച്ച് ഇപ്രകാരമുള്ള ദൗത്യത്തിന്റെ യാത്രകൾക്കായിട്ട്, മിഷൻ ട്രിപ്സിനായിട്ട് പോകുവാൻ അവർ താല്പര്യമെടുക്കും. And they save up money so that they can invest into discipleship. അപ്പോൾ ശിഷ്യത്വത്തിലേക്ക് നിക്ഷേപിക്കുവാൻ തക്കവണ്ണം അവർ അവരുടേതായിട്ടുള്ള ധനം അത് അവർ സമാഹരിച്ചു വെക്കുകയും ചെയ്യുകയാണ്. Tell your neighbor, hey, listen to her. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, അവളെ ശ്രദ്ധിക്കുക. Tell your neighbor, hey, you can do that. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാട്ടെ. For those of us who don't feel equipped, that hey, I don't have the ability to do all of that, at least you can save up money and invest into the kingdom of God. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇതൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് ധനം സമാഹരിച്ച ദൈവ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് വിതയ്ക്കുവാൻ കഴിയും. That's how I started. ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്. Amen. When I was in Technopark, I used to save up and start giving towards the work of God. ഞാൻ ടെക്നോപാർക്കിലായിരുന്നപ്പോൾ ഞാൻ ധനം സമാഹരിച്ച് ഞാൻ ഈ ദൈവ
വേലയ്ക്കായിട്ട് ഞാൻ നൽകുമായിരുന്നു. Whenever they never used to give me leave, but whenever I used to get a chance, I would go and serve. പൊതുവെ എനിക്ക് ലീവ് കിട്ടുകയില്ലായിരുന്നു, എന്നാൽ കിട്ടുമ്പോഴെല്ലാം ഞാൻ പോയി ശുശ്രൂഷിക്കുവാൻ താല്പര്യമെടുക്കുമായിരുന്നു. Isaiah 2:2. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, In the last days, അവസാന ദിവസങ്ങളിൽ the mountain of the house of the Lord will be established as the chief of the mountains, and all nations will stream to it. യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. We are the mountain of the Lord. നാം ആകുന്നു ദൈവത്തിൻ്റെതായിട്ടുള്ള പർവ്വതം. Amen. We carry the presence of God. നാം ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം വഹിക്കുന്നു. The New Testament says we are the temple of the Lord. പുതിയതായിട്ടുള്ള നിയമം പറയുന്നത് നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. According to this verse, the nations will stream to wherever the presence of God is. ഈ വാക്യം പറയുന്നത് രാജ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയാണോ അങ്ങോട്ട് ഒഴുകി ചെല്ലുമെന്ന് പറയുകയാണ്. There are 7 spheres of influence, or mountains of influence. ഈ പ്രകാരമുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 7 മണ്ഡലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ 7 പർവ്വതങ്ങളെ കുറിച്ച് പറയാറുണ്ട്. That determine the culture of a nation. അത് ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള സംസ്കാരത്തെ തന്നെ നിർണ്ണയിക്കുന്നത്. One is the religious mountain. ഒന്ന് മതത്തിൻ്റെതായിട്ടുള്ള പർവ്വതം, One is the family. 2 കുടുംബം, And then the government, 3 സർക്കാർ, the business and finances. 4 വ്യവസായവും അതോടൊപ്പം തന്നെ ധനകാര്യം. While I'm saying this, just check out whether you are in one of these categories, okay? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിലാണോ എന്ന് ചിന്തിക്കണം. Let me repeat again. ഞാൻ ഒന്നും കൂടെ പറയാം. Those of us who are in full time, പൂർണ്ണസമയ വേലയിലായിരിക്കുന്നവർ, we are in the church ministry. നാം ഈ സഭയുടേതായിട്ടുള്ള ശുശ്രൂഷയിലാണ്. Amen. We are in the religious mountain. നാം നിശ്ചയമായും മതത്തിൻ്റെതായിട്ടുള്ള പർവ്വതത്തിലാണ്. All of us are part of a family. നാം എല്ലാവരും കുടുംബത്തിന്റെ ഭാഗമാണല്ലോ. Yes or no? Yeah. So we are all influencers in our family. നാം നമ്മുടെ കുടുംബത്തിൽ നാം സ്വാധീനമുള്ളവരാണ്. And then government. മൂന്നാമതായിട്ട് സർക്കാർ. If your children want to be in the political realm, please don't stop them. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള മണ്ഡലത്തിൽ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നിർത്തരുത്, തടഞ്ഞു നിർത്തരുത്. Amen. Because we want to see influencers rise up in that mountain. കാരണം ആ പർവ്വതത്തിൽ അവിടെ സ്വാധീനമുള്ളവർ എഴുന്നേൽക്കുന്നത് കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. The business and finances. വ്യവസായവും അതോടൊപ്പം തന്നെ ധനകാര്യവും. We need kingdom supporters. തീർച്ചയായിട്ടും ദൈവരാജ്യത്തെ സഹായിക്കുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. Amen. We need the women that can support the ministry of Jesus. യേശുവിൻ്റെതായിട്ടുള്ള ശുശ്രൂഷയെ സഹായിക്കുവാൻ കഴിയുന്ന സ്ത്രീകളെ നമുക്ക് ആവശ്യമുണ്ട്. We need the business people. നമുക്ക് വ്യവസായത്തിലുള്ള വ്യക്തികളെ ആവശ്യമാണ്. So if there are people in your family, children who are aspiring to be in the business, support them, encourage them. അപ്രകാരം ആ വ്യവസായത്തിലാകുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായും അവരെ സഹായിക്കുക. The next mountain is the arts, entertainment and sports. അതോടൊപ്പം തന്നെ അടുത്ത പർവ്വതം എന്ന് പറയുന്നത് കലാകായിക മേഖലയാകുന്നു. If your children want to be in the sports realm, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കായികമായുള്ള മേഖലയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ please don't stop them. അവരെ തടയരുത്. എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറായ ആകെ ബോറടിയല്ലേ? It's such a boring thing if everybody becomes an engineer and a doctor. Yeah. I mean, we need people in the sports realm. തീർച്ചയായിട്ടും ആ സ്പോർട്സിന്റെ മണ്ഡലത്തിൽ നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. There are so many people that can be influencers in the sports department. അതേ വകുപ്പിൽ തന്നെ പലരെയും സ്വാധീനിക്കുവാൻ കഴിയുന്ന വ്യക്തികളുണ്ട്. We have the media. അതോടൊപ്പം തന്നെ മീഡിയ. അയ്യോ, ഇപ്പോഴത്തെ കാലത്ത് പത്രത്തിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ? എല്ലാം കള്ളത്തരങ്ങളല്ലേ? In these days actually the journalism or media, everything is corrupted. Tell your neighbor, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, hear God. ദൈവത്തെ കേൾക്കുക. Amen. That is what Pastor Jijo was reminding us. പാസ്റ്റർ ജോ നമ്മളെ ഓർമ്മിപ്പിച്ച കാര്യം അതാണ്. Unless the Lord builds our home, our family, everything is in vain. നമ്മുടെ ദൈവം നമ്മുടേതായുള്ള ഭവനത്തെ പണിതില്ല എങ്കിൽ എല്ലാം വ്യർത്ഥമാകും. The 7th mountain is the education mountain. 7ാമത്തേത് വിദ്യാഭ്യാസത്തിൻ്റെതായുള്ള പർവ്വതം. Anyone who is a teacher here? ആരെങ്കിലും ടീച്ചേഴ്സ് School ഉണ്ടോ teacher, ഇവിടെ? college teacher, professor. കോളേജ് ടീച്ചർ, പ്രൊഫസർ. Yeah. So we might not be able to come to your schools or your colleges or your universities, but you are the light there. ഒരുപക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോളേജിലേക്കോ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ സർവകലാശാലയിലേക്കോ ഒന്നും വരാൻ കഴിയുകയില്ല, എന്നാൽ നിങ്ങളാകുന്നു അവിടുത്തെ വെളിച്ചം. Amen. Unless they open up a door for us, you are the light there. അവർ ഞങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു തരുന്നത് വരെയും നിങ്ങളാകുന്നു അവിടുത്തെ വെളിച്ചം. And you are the person who is supposed to rise up that mountain so that
the nations can come towards ആ the light of പർവ്വതത്തിൽ Jesus. ആ പർവ്വതത്തിൽ എഴുന്നേൽക്കേണ്ട വ്യക്തികൾ നിങ്ങളാകുന്നു. അത് മുഖാന്തരം രാജ്യങ്ങൾ യേശുവിൻ്റെതായുള്ള വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട്. Let me mention two things about the call of God. രണ്ട് കാര്യങ്ങൾ കൂടെ ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ഞാൻ പറയട്ടെ. Tell your neighbor you're called. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാട്ടെ. Tap your neighbor again, say, hey, you are called. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുകൊണ്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാട്ടെ. The call of God is irrevocable. ദൈവത്തിൻ്റെതായിട്ടുള്ള വിളി അത് നമുക്ക് മാറ്റുവാൻ കഴിയുക. Romans 11:29. റോമാലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. If you have slipped away from the call of God, നിങ്ങൾ ദൈവത്തിന്റെ വിളിയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ this is the assurance for you. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉറപ്പാകും. If the enemy is saying that, hey, you have lost it, പിശാച് പറയുകയാണ് നിങ്ങൾക്കത് നഷ്ടമായി. tell your neighbor, remember Peter. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, പത്രോസിനെ ഓർക്കുക. He denied Jesus Christ and yet Jesus went after him even after resurrection. താൻ യേശുവിനെ തള്ളി പറഞ്ഞുവെങ്കിലും തന്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശു പത്രോസിന്റെ പുറകെ പോയി. The call of God is irrevocable. It is not taken back. ദൈവത്തിൻ്റെതായിട്ടുള്ള വിളി എന്ന് പറയുന്നത് ദൈവം അതിനെക്കുറിച്ച് അനുതപിക്കുന്നില്ല. Tell your neighbor, God will not take it back. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം അത് തിരിച്ചെടുക്കുകയില്ല. Amen. Tell your neighbor again, God will not take it back. അടുത്തിരിക്കുന്ന ആളോട് ഉറക്കെ പറഞ്ഞാട്ടെ, ദൈവം അത് തിരിച്ചെടുക്കുകയില്ല. We can miss it നാം ഒരു വിഷയം നഷ്ടമാക്കും because of our disobedience നമ്മുടെ അനുസരണക്കേട് മുഖാന്തരം or our lack of diligence, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം. but God will not take it back. എന്നാൽ ദൈവം അത് തിരിച്ചെടുക്കുകയില്ല. And the second thing about the call of God, ദൈവ വിളിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം, He does not call the qualified, but He qualifies the called. ദൈവം യോഗ്യതയുള്ളവരെ അല്ല വിളിക്കുന്നത്, എന്നാൽ വിളിച്ചവരെ ബലപ്പെടുത്തുകയും യോഗ്യരാക്കുകയും ചെയ്യുന്ന 1 ദൈവമാണ്. Corinthians 1:26-29. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെ It says, consider your calling. നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഗണ്യമാക്കുക. God has chosen the foolish things of the world to shame the wise, the weak things of the world to shame the things which are strong, the base things of the world and the despised God has chosen. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. Amen. ആമേൻ. Ask your neighbor, do you feel weak? നിങ്ങൾ ചിന്തിക്കുന്ന അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ബലഹീനരായിട്ട് തോന്നുന്നുണ്ടോ? Undo? Generally, there are two categories of the call of God. ദൈവ വിളിയെക്കുറിച്ചുള്ള പ്രധാനമായിട്ട് രണ്ട് തലമുണ്ട്. One is a general call, ഒന്ന് പൊതുവായിട്ടുള്ള ദൈവവിളി, which is for all of us. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. And that is from Matthew 28. അത് മത്തായിയുടെ സുവിശേഷം 28-ലുള്ളതാണ്. All disciples. എല്ലാ ശിഷ്യരും. Ask your neighbor, are you a disciple? അടുത്തിരിക്കുന്ന നിങ്ങൾ ശിഷ്യരാണോ എന്ന് ചോദിച്ചാട്ടെ. Did they say yes? ആണെന്ന് പറഞ്ഞോ? Yeah, those of us who are online, I want to ask you, are you a disciple of God? ഓൺലൈൻ ആയിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിന്റെ ശിഷ്യരാണോ? If you are a disciple of God, നിങ്ങൾ ദൈവത്തിന്റെ ശിഷ്യരാകുന്നുവെങ്കിൽ Matthew 28 is for you. മത്തായിയുടെ സുവിശേഷം 28 Verse നിങ്ങൾക്കുള്ളതാണ്. 18-20. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Tell your neighbor, go. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, പോകുക. Tell your neighbor, go on the 21st of December. 21-ാം തീയതിയും പോകുക എന്ന് പറയുക. Amen. Go for the outreach. ഔട്ട്റീച്ചിന് പോകുക എന്ന് പറയുക. Because it's a commandment to all the disciples of God. കാരണം ദൈവത്തിന്റെ എല്ലാ ശിഷ്യർക്കും ഉള്ളതായിട്ടുള്ള ഒരു കൽപ്പനയാണത്. There's no excuse. അവിടെ ഒരു വഴിയൊന്നും പറയാനില്ല. Why? Because the word of God in 1 Corinthians, we read that He will help those who are weak. കാരണം തിരുവചനം നാം കണ്ടു 1 കൊരിന്ത്യരിൽ, അതായത് ദൈവം ബലഹീനരെ സഹായിക്കും. Amen. He will enable those who are feeling weak. ബലഹീനരെന്ന് കരുതുന്നവർ അല്ലെങ്കിൽ ചിന്തിക്കുന്നവരെ ദൈവം ബലപ്പെടുത്തും. He will use the foolish. ദൈവം ഭോഷന്മാരെ ഉപയോഗിക്കും. He will use those who feel weak. എനിക്ക് ബലം കുറവെന്ന് ചിന്തിക്കുന്നവരെ ദൈവം ഉപയോഗിക്കും. Tap your neighbor and say, surprise. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, സർപ്രൈസ്. Why? Because God is going to use me. കാരണം ദൈവം എന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. Amen. Because God wants to surprise the world by using people like us. കാരണം നമ്മെ പോലെയുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ലോകത്തെ ദൈവം സർപ്രൈസ് ചെയ്യാൻ He ആഗ്രഹിക്കുന്നു. wants to show forth His glory. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Amen. It says in 1 Corinthians 12 that He will perfect us in our weakness. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുകയാണ്. Amen. തികഞ്ഞു വരും. അമ്മ നമ്മൾ തികഞ്ഞവരെല്ലാം തോന്നുവാണെങ്കിൽ that's a perfect spot for the Lord to work. നാം തികഞ്ഞവരല്ല എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കതായിട്ടുള്ള വ്യക്തികളാണ് നാം. So how do we recognize God's call? ദൈവത്തിന്റെ
വിളി എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? All of us believe that we are called. നാം വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. I don't know how else to explain this to you. Amen. That we are all specifically called by the Lord. നാം വ്യക്തമായി ഓരോരുത്തരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. We have a general call. നമുക്ക് പൊതുവായ ഒരു വിളിയുണ്ട്. Where Matthew 28 is for all of us. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. And then there's a specific call. രണ്ടാമതായിട്ട് വ്യക്തിപരമായിട്ടുള്ള വിളി. In Ephesians 4, എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം there are the gifts of the Father, the Son, പുത്രന്റേതായിട്ടുള്ള വരങ്ങളെ കുറിച്ച് പറയുന്നു. where some are called to be apostles, അവിടെ ചിലർ അപ്പോസ്തലന്മാരായും prophets, പ്രവാചകന്മാരായും teachers, ഉപദേശകന്മാരായും pastors, ഇടയന്മാരായും evangelists. സുവിശേഷകന്മാരായും See, some are called like that. ചിലർ അതുപോലെ വിളിക്കപ്പെട്ടിരിക്കുന്നു. And when you are thinking that hallelujah, അത് ഞാനല്ലല്ലോ, And if you are thinking that actually praise God, I'm not that. അത് വാസു ജിജോ ആണല്ലോ, That is Pastor Jijo. don't worry. 1 Corinthians 12 വായിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. 1 കൊരിന്ത്യർ 12-ാം അധ്യായം വായിച്ചാൽ മതി. Read Romans 12. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം. There are other places that you can serve. മറ്റ് സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയും. Amen. ആമേൻ. There are administrative places. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. There are serving gifts. ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള വരങ്ങളുണ്ട്. സുജേജി will be very happy if you tell her എനിക്ക് സഹായിക്കാൻ സമയമുണ്ട്. If you tell Suja that I have some time to serve, she'll be very happy. If you tell Arun that okay, I am willing to serve, he will be very very happy. If you tell Arun that എനിക്ക് ശുശ്രൂഷിക്കാൻ കുറച്ച് സമയമുണ്ടെന്ന് പറഞ്ഞാൽ അരുണ് വലിയ സന്തോഷമായിരിക്കും. Amen. Because we need help at the parking lot. കാരണം പാർക്കിംഗ് ലോട്ടിൽ ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. We need help for the welcoming people, the ushers. അഷേഴ്സിൽ വ്യക്തികളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സഹായം ആവശ്യമുണ്ട്. Do you know there is a team that sets up this place, cleans up this place and sets it up? ഇത് ഓരോ തവണയും ഈ സ്ഥലം വൃത്തിയാക്കി ഇത് സെറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. നിങ്ങൾക്ക് അറിയാമോ? When I left my job, ഞാൻ എന്റെ ജോലി വിട്ടപ്പോൾ I was full time. I became full time. ഞാൻ പൂർണ്ണസമയ ദൈവവേലക്കാരിയായി. But I started serving the Lord even as a kid. എന്നാൽ ഞാൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. I would come and put out the chairs. ഞാൻ കസേരകളെല്ലാം അതാത് സ്ഥാനത്ത് വെക്കും. Even now, even though I am ordained as a pastor, ഞാനൊരു പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും nobody needs to tell me to put out. When I come in here, if I see Suchechi that is struggling, I'll make sure that I take that sheet and put it out there on that table. ഞാൻ ഇവിടെ വരുമ്പോൾ സുവിശേഷിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഷീറ്റ് ഒക്കെ എടുത്ത് ഞാൻ അവിടെ ഇടും. Nobody needs to tell me that. അത് എന്നോട് ആരും പറയേണ്ട ആവശ്യമില്ല. And that is why we are consecrated to the Lord's purpose. അതുകൊണ്ടാകുന്നു നാം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകും. We have a choice. നമുക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. Amen. Tell your neighbor, get ready. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ ഒരുങ്ങിയിരിക്കുക. Tell your neighbor, get ready to serve. ശുശ്രൂഷിക്കുവാനായിട്ട് ഒരുങ്ങുക. Just don't come to church on a Sunday. ഞായറാഴ്ച മാത്രം സഭയിൽ വരരുത്. It's a good thing to come on Sunday to church. തീർച്ചയായിട്ടും ഞായറാഴ്ച വരുന്നത് നല്ല കാര്യമാണ്. But be a light from Monday to Saturday. എന്നാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദൈവത്തിന്റെ വെളിച്ചമാകുക. Serve in other ways. മറ്റ് രീതികളിലും നിങ്ങൾ ശുശ്രൂഷിക്കുക. Come here and set up this place. ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളെല്ലാം സഹായിക്കുക. ഇവിടെ Who said it is only Martin and Arun's and all these people's job? ഇത് മാർട്ടിന്റെയും അരുണിന്റെയും മറ്റുള്ള കുറച്ചു പേരുടെ മാത്രം ജോലിയാണെന്ന് ആര് പറഞ്ഞു? I am sure that Asher will be happy to have more recruits into the media team. എനിക്ക് ഉറപ്പാണ് കൂടുതൽ ആൾക്കാരെ മീഡിയ ടീമിൽ കിട്ടുവാണെങ്കിൽ ആഷർ വളരെ സന്തുഷ്ടനായിരിക്കും. Don't worry, he will train you. നിങ്ങൾ ഭാരപ്പെടേണ്ട, ആഷർ നിങ്ങളെ പരിശീലിപ്പിക്കും. Amen. We have a communion that is set up every week or every alternative week. എല്ലാ രണ്ടാമത്തെ ആഴ്ച തോറും ഈ കമ്മ്യൂണിയന്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. Talk to one of the leaders. ലീഡേഴ്സിനോട് സംസാരിച്ചാട്ടെ. Start serving somewhere. എവിടെയെങ്കിലും നിങ്ങൾ ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയാട്ടെ. So how do we recognize our call? നമ്മുടെ വിളി നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? One of the first ways is to pay attention to your burden. ആദ്യത്തേതായിട്ടുള്ള ഒരു കാര്യം എന്താ? നിങ്ങളുടെ ഭാരം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. Nehemiah had a burden. നെഹമ്യാവിന് ഒരു ഭാരമുണ്ടായിരുന്നു. He heard a news and he had a burden. തനിക്ക് ആ വാർത്ത കേട്ടപ്പോൾ തനിക്കൊരു ഭാരമുണ്ടായിരുന്നു. Some of us might have a burden for children. നമുക്ക് ചിലർക്ക് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കാം ഒരു ഭാരമുള്ളത്. If you have a gift, please come and serve at the junior church. നിങ്ങൾക്ക് അങ്ങനെ ഒരു വരമുണ്ടെങ്കിൽ വന്ന് ജൂനിയർ ചർച്ചിൽ ശുശ്രൂഷിക്കുക. If you have a burden for the young people, serve at the teens church. നിങ്ങൾക്ക് യുവാക്കളെ സംബന്ധിച്ച് യുവതികളെ സംബന്ധിച്ച് ആകുന്നു അപ്രകാരമുള്ള ഒരു ഭാരമുള്ളതെങ്കിൽ ടീൻസ് ചർച്ചിൽ Tell your സഹായിക്കുക. neighbor, I think she is asking for you as a recruit. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ നിങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാ പറഞ്ഞ നിങ്ങൾ.
The second way of recognizing the call of God ദൈവവിളിയെ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് is a word from the Lord ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. that can come from a personal time with God. അത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സമയത്തിൽ സംഭവിക്കാം. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, when you read God's word, അല്ലെങ്കിൽ ദൈവവചനം when വായിക്കുമ്പോൾ, you spend time in worship. ആരാധനയിൽ സമയം ചെലവഴിക്കുമ്പോൾ, Tell your neighbor, pray. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ പ്രാർത്ഥിക്കുക. Then only you will hear the voice of God. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ദൈവശബ്ദം കേൾക്കുകയുള്ളൂ. Or at least spend time in the presence of God. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ സമയം ചെലവിടുക. Whether you're walking, eating, talking, whatever you're doing, hear God. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ദൈവത്തെ കേൾക്കാൻ ശ്രമിക്കുക. So it's a word of God in your personal time with God. അത് ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സമയത്തിലുള്ള ദൈവത്തെ കേൾക്കുന്നത് മുഖാന്തരം, Or it can come through a prophetic word. അല്ലെങ്കിൽ പ്രവചനാത്മകമായിട്ടുള്ള വാക്ക് മുഖാന്തരം. Tell your neighbor, see you on January 5th. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ ജനുവരി 5-ാം തീയതി കാണാമെന്ന് പറഞ്ഞാട്ടെ. Amen. Why? Because there will be a prophetic word. കാരണം നിശ്ചയമായും അന്നൊരു പ്രവാചക ശബ്ദമുണ്ട്. Either as a corporate word or a specific word. അത് നമുക്ക് പൊതുവായിട്ടുള്ളതാകാം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതാകാം. Sometimes your name will be called Alice, Alice. You know, ദൈവം നിന്നെ ഈ പ്രായത്തിൽ വിളിച്ചിരിക്കുന്നു. However it is, the Lord will speak specifically. ചിലപ്പോൾ നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങൾക്ക് ഒരു ദൂത് ലഭിക്കുമായിരിക്കാം. Amen. The Lord can give specific word. ദൈവത്തിന് വ്യക്തിപരമായിട്ടുള്ള ദൂതുകൾ നൽകുവാൻ കഴിയും. Like the Lord called Paul in Acts 9. പൗലോസ് അപ്പോസ്തലനെ അപ്പോസ്തല പ്രവൃത്തികൾ 9 വിളിച്ചതുപോലെ, Once you recognize the call of God, ദൈവത്തിൻ്റെതായിട്ടുള്ള വിളി നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, tell your neighbor, start somewhere. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ എവിടെയെങ്കിലും തുടങ്ങുക. Tell your neighbor, start somewhere. എവിടെയെങ്കിലും തുടങ്ങുക എന്ന് പറഞ്ഞാട്ടെ. If you receive a word from the Lord that you're called to be a prophet to the nations, നിങ്ങൾ ഇപ്രകാരം ഒരു ദൂത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്, നിങ്ങൾ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രവാചകനായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന്, or that the Lord has called you to be a pastor, അല്ലെങ്കിൽ ഒരു ഇടയനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന്, tell your neighbor, start somewhere. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ എവിടെയെങ്കിലും ആരംഭിക്കുക. Tell your neighbor, read the word. തിരുവചനം വായിക്കാനായിട്ട് പറയുക. അടുത്തിരിക്കുന്ന ആൾ, Yeah, to be a pastor, to be a prophetic person, you have to start getting familiar with the word of God. ഒരു ഇടയനാകുവാനായിട്ട്, ഒരു പ്രവാചകനാകുവാനായിട്ട് നിങ്ങൾക്ക് തിരുവചനം അറിഞ്ഞിരിക്കണം. Amen. It's not like abracadabra, you know, it's not a magic wand or anything. You have to start somewhere. ഒരു മായാജാലക്കാരനായിട്ടല്ല, എന്നാൽ നിങ്ങൾ വചനം വായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം വിളിച്ചിരിക്കുകയാണ്. Ask your neighbor, tell your neighbor, have a discipline of reading God's word. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ദൈവവചനം ചിട്ടയായിട്ട് വായിക്കുന്ന ശീലം ഉണ്ടാകണമെന്ന് പറഞ്ഞാട്ടെ. So one, you recognize your call ആദ്യമായിട്ട് നിങ്ങളുടെ വിളിയെ നിങ്ങൾ മനസ്സിലാക്കുന്നു, by paying attention to your burden, നിങ്ങളുടെ ഭാരത്തെ മനസ്സിലാക്കി, or by spending time and hearing God's voice, അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ സമയമെടുത്ത്, or through a prophetic word. അല്ലെങ്കിൽ ഒരു പ്രവാചക ശബ്ദത്തിലൂടെ. Once you recognize the specific call, ഈ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആ വിളി മനസ്സിലാക്കിയതിനു ശേഷം start somewhere. നിങ്ങൾ എവിടെയെങ്കിലും ആരംഭിക്കുക. Even if you don't get a word, നിങ്ങൾക്കൊരു വാക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും start somewhere. എവിടെയെങ്കിലും ആരംഭിക്കുക. I didn't hear a prophetic word for years. ഞാൻ വർഷങ്ങളായിട്ട് യാതൊരു പ്രവാചക ശബ്ദവും കേട്ടിട്ടില്ല. I started when I was a kid. ഞാൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ തുടങ്ങി. I started by doing all these things. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ആരംഭിച്ചു. A girl winding the wires. വയറെല്ലാം ചുറ്റുന്ന ഒരു പെൺകുട്ടിയായി. Yeah, now we have a fixed place, but in the earlier phase we used to move things around. ഇപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇതെല്ലാം മാറ്റണമായിരുന്നു. So we had to wind all the wires every week. ആഴ്ചതോറും ഈ വയറെല്ലാം നമുക്ക് ചുറ്റി മാറ്റണമായിരുന്നു. Tell your neighbor, serve somewhere. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ എവിടെയെങ്കിലും ശുശ്രൂഷിക്കും. Don't wait. നിങ്ങൾ കാത്തിരിക്കരുത്. Noah was not just building the ark. നോഹ പെട്ടകം പണിയുക മാത്രമായിരുന്നില്ല. 2 Peter 2:5. 2 പത്രോസ് 2:5. It says that he was a preacher of righteousness. എന്നാൽ നീതിയുടെ ഒരു പ്രസംഗകനുമായിരുന്നു. So he not only built the ark, താൻ പെട്ടകം പണിയുക മാത്രമായിരുന്നില്ല, but he was also preaching. എന്നാൽ താൻ പ്രസംഗിക്കുകയുമായിരുന്നു. Amen. ആമേൻ. That can be equated to your job. അത് നിങ്ങളുടെ ജോലിയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുവാൻ കഴിയും. Building an ark നിങ്ങൾ പെട്ടകം പണിയുകയാണ് for 100 years. 100 വർഷത്തോളം. But yet you're also preaching the gospel. എന്നാൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നു. What was his message? തന്റെ ദൂതെന്തായിരുന്നു? Repent. നിങ്ങൾ അനുതപിക്കുക. The flood is coming. ഈ പ്രളയം വരികയാണ്. Get into the ark. ഈ പെട്ടകത്തിലേക്ക് കയറുക. Because that is the message we have as well. കാരണം നമുക്കുമുള്ള ദൂത് അത് തന്നെയാണ്. Repent. അനുതപിക്കുക. Jesus is coming back soon. യേശു വീണ്ടും മടങ്ങി വരുന്നു. There's a judgment that is going to come back soon. പെട്ടെന്ന് തന്നെ നടക്കുന്നതായുള്ള ഒരു ന്യായവിധിയുണ്ട്. Repent, turn around to the Lord Jesus. അനുതപിച്ച് യേശുവിങ്കിലേക്ക് മടങ്ങി വരിക. You don't need to receive a word from the Lord.
ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. You have Matthew 28. നമുക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം Go അധ്യായം into all the world and make disciples. ലോകമെമ്പാടും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കുക. As you receive the word of God, നാം ദൈവത്തിന്റെ വചനം സ്വീകരിക്കുമ്പോൾ few things that you need to keep on mind. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. Know your season. ഒന്ന്, നിങ്ങളുടെ കാലം തിരിച്ചറിയണം. Amen. ആമേൻ. Some of us who are mothers നമ്മിൽ ചിലർ or അമ്മമാരായിരിക്കുന്നവർ parents who have little children, അല്ലെങ്കിൽ കൊച്ചു മക്കളുള്ള you must be frustrated that you are not able to serve the Lord. നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടാകാം. You might have 3 children. നിങ്ങൾക്ക് 3 മക്കളുണ്ടാകാം. Remember, they are your investments. അത് നിങ്ങളുടേതായിട്ടുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം. Know your season. നിങ്ങളുടെ കാലം തിരിച്ചറിയണം. Amen. Invest into your 3 children. നിങ്ങളുടെ 3 മക്കളിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക. Maybe you have a husband who is in the hospital. നിങ്ങൾ ഒരുപക്ഷെ രോഗാതുരനായിരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടാകുമായിരിക്കും. Or maybe you have a family that you have to take care of. അല്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടതായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാകാം. Tell your neighbor, know your season. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട് നിങ്ങളുടെ കാലത്തെ തിരിച്ചറിയുക. You might have a prophetic word, നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രവാചക ശബ്ദം but you ലഭിച്ചിട്ടുണ്ടാകാം. need to know your season. എന്നാൽ നിങ്ങളുടെ കാലം തിരിച്ചറിയണം. There is a time of preparation. അവിടെ ഒരുക്കത്തിന്റെ ഒരു സമയമുണ്ട്. David was anointed, ദാവീദ് അഭിഷേകം but ചെയ്യപ്പെട്ടു. there was a preparation phase. എന്നാൽ ഒരു ഒരുക്കത്തിന്റെ ഒരു സമയമുണ്ടായിരുന്നു. The Lord was preparing his heart. ദൈവം തന്റെ ഹൃദയത്തെ തയ്യാറാക്കുകയായിരുന്നു. Amen. He kept facing persecution. താൻ തുടർമാനമായിട്ട് താൻ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. He kept facing the test of his heart. തന്റെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ശോധനകളിലൂടെ എല്ലാം കടന്നുപോയി. Secondly, know the goal രണ്ടാമതായിട്ട് നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിവുള്ളവനായിരിക്കും. and know that there is a process. അവിടെ ഒരു പ്രക്രിയ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. You don't suddenly become a prophet. പെട്ടെന്ന് നിങ്ങൾ ഒരു പ്രവാചകനാകുകയില്ല. There's a journey. അവിടെ ഒരു യാത്രയുണ്ട്. You don't suddenly become a king. നിങ്ങൾ പെട്ടെന്ന് രാജാവാകുന്നില്ല. There is a journey. അവിടെ ഒരു യാത്രയുണ്ട്. Why would God entrust us with a nation എന്തുകൊണ്ട് ദൈവം ഒരു രാജ്യത്തെ നമ്മെ ഏൽപ്പിക്കണം? if our heart is not prepared to be a man who seeks after his heart? ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ പോകുന്ന ഒരു മനുഷ്യനാകുവാൻ നാം ഒരുങ്ങിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ദൈവം ആ രാജ്യത്തെ ഏൽപ്പിക്കണം? We are called to fulfill his purpose. ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിക്കുവാൻ ദൈവം നമ്മെ Like വിളിച്ചിരിക്കുന്നു. Pastor Jijo was reminding us, പാസ്റ്റർ ജിജോ ഓർപ്പിച്ചതുപോലെ not our will, നമ്മുടെ ഇഷ്ടമല്ല, his will, എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം, his purpose. തന്റെ പദ്ധതികൾ. Amen. എനിക്കിഷ്ടം സ്റ്റേജ് ആണ്, ഐ ലൈക്ക് സ്റ്റേജ്, പക്ഷെ അവരെന്നെ വിളിക്കുന്നില്ല. ബട്ട് നോബഡി ഈസ് കോളിംഗ് മീ. I like to worship, part of WICC worship team. എനിക്ക് വർഷിപ്പ് ടീമിന്റെ ഭാഗമാകുവാൻ ഇഷ്ടമാണ് WICCയുടെ. How come they don't know that I'm a good guitarist? ഞാൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്നുള്ളത് എങ്ങനെ അവർ അറിയാതിരിക്കുന്നത്? അത് കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല. Because we haven't seen. Start in your care cells. നിങ്ങളുടെ കെയർ സെല്ലുകളിൽ ആരംഭിക്കുക. Start in the youth meeting. നിങ്ങളുടെ യൂത്ത് മീറ്റിംഗുകളിൽ ആരംഭിക്കുക. Start in the glow meeting. നിങ്ങളുടെ ഗ്ലോ മീറ്റിംഗിൽ Start ആരംഭിക്കുക. serving wherever you get an opportunity. എവിടെ അവസരം ലഭിക്കുന്നോ അവിടെ ആരംഭിക്കുക. Start small, ചെറുതായിട്ടാണെങ്കിലും ആരംഭിക്കുക. but start somewhere. എന്നാൽ എവിടെയെങ്കിലും തുടങ്ങുക. Know that there is a process. അവിടെ ഒരു പ്രക്രിയ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Paul was prepared in the wilderness. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒരുക്കപ്പെട്ടത് മരുഭൂമിയിലാണ്. He was called with a big call, വലിയ വിളിയാൽ ദൈവം വിളിച്ചു. with an encounter by Jesus himself, യേശു തന്നെ ഒരു കണ്ടുമുട്ടൽ അദ്ദേഹത്തിന് but നൽകുകയാണ്. there was a process. എന്നാൽ അവിടെ ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. 14 years in the wilderness. 14 വർഷത്തോളം മരുഭൂമിയിൽ Amen. He was prepared in his heart. താൻ തന്റെ ഹൃദയത്തെ ഒരുക്കുന്ന സമയം. And then he had to serve the leaders. അതിനുശേഷം അധികാരികളെ ശുശ്രൂഷിക്കേണ്ട അല്ലെങ്കിൽ നേതാക്കന്മാരെ ശുശ്രൂഷിക്കേണ്ടി വന്നു. He was submitted to the leadership in Antioch അന്ത്യോക്യയിലെ and in Jerusalem. അന്ത്യോക്യയിലും യെരുശലേമിലുമുള്ള തന്റെ നേതാക്കന്മാർക്ക് കീഴ്പ്പെട്ടു നിന്നു. It is only after years that we read in Acts 13 that he was set apart, Paul and Barnabas, to go out as a pioneer. വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസും ബർന്നബാസും ദൗത്യയാത്രയ്ക്കായിട്ട് വേർതിരിക്കപ്പെടുക. Tell your neighbor, know your season. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ നിങ്ങളുടെ കാലത്തെ അറിവുള്ളവരായിരിക്കണം. Know what you're called, but know the process. എന്തിനു വേണ്ടി നിങ്ങൾ വിളിച്ചിരിക്കുന്നു അറിയണം, എന്നാൽ അതിന്റെ പ്രക്രിയ ഉണ്ടെന്ന് അറിയണം. Know the enemy. നിങ്ങളുടെ ശത്രുവിനെ അറിയണം. The enemy can try to stop you from fulfilling the call of God. ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള വിളി നിങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നിന്ന് തടയുവാൻ ശത്രു ശ്രമിക്കും. Pastor Tibi had reminded us during the burning altar. ബേണിംഗ് ഓൾട്ടറിന്റെ സമയത്ത് പാസ്റ്റർ ടിബി നമ്മളെ അത് ഓർമ്മിപ്പിച്ചു. There are schemes of the enemy. പിശാചിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളുണ്ട്. Just be aware of his schemes. തന്റെ ആ പിശാചിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. Fourthly, know our God. നാലാമതായിട്ട് നമ്മുടെ ദൈവത്തെ നാം അറിയണം.
and know our position. നമ്മുടേതായിട്ടുള്ള സ്ഥാനം നാം തിരിച്ചറിയണം. Fifthly, know that there is a cost. അഞ്ചാമതായിട്ട് ഒരു വില കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. And know that there's a reward. ഒരു പ്രതിഫലവും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. What is the cost? എന്താണ് വില? It's total surrender. അത് പൂർണ്ണമായിട്ടുള്ള വിധേയത്വമാണ്. It is a complete surrender. പൂർണ്ണമായിട്ടുള്ള വിധേയത്വം. Where we are able to say, not my will, but your will. അവിടെ നമുക്ക് പറയുവാൻ കഴിയണം, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. I might want the stage, എനിക്ക് സ്റ്റേജ് വേണമായിരിക്കാം. but the Lord wants us to start with serving in as a deacon. എന്നാൽ ഒരുപക്ഷെ ദൈവം ഒരു ഡീക്കനായിട്ട് ശുശ്രൂഷിക്കാനായിരിക്കാം ആഗ്രഹിക്കുന്നത്. If you look at the life of Philip, ഫിലിപ്പോസിന്റെ ജീവിതം നാം നോക്കുമ്പോൾ he was an evangelist. താൻ ഒരു സുവിശേഷകനായിരുന്നു. We see that in Acts 8. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. But he started like an usher. എന്നാൽ ഒരു അഷറിംഗ് പോലെയാണ് തുടങ്ങിയത്. He started by serving at the tables. താൻ മേശമേലുള്ള ശുശ്രൂഷയിലൂടെയാണ് തുടങ്ങിയത്. We see that in Acts 6. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിൽ നാം Tell your neighbor, start somewhere. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, എവിടെയെങ്കിലും ആരംഭിക്കുക. We are consecrated to the Lord. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. We are also consecrated to his purpose. ദൈവത്തിന്റെ പദ്ധതികൾക്കായും നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Amen. കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുക. The Lord has consecrated us for his purpose. But are we willing? നാം ഒരുക്കത്തോടെയാണോ? Are we ready? നാം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. Nobody will force us. ആരും നമ്മെ നിർബന്ധിക്കുകയില്ല. But it is our choice. എന്നാൽ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. So Father, this morning, പിതാവേ, ഈ പ്രഭാതത്തിൽ want to ask, Father, ഞങ്ങൾ ചോദിക്കുന്നു, I want us to take time before the Lord. ദൈവമുമ്പാകെ സമയമെടുക്കണം. Check our hearts. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണം. Are we just coming to the church നാം സഭയിലേക്ക് വരിക മാത്രമാണോ? for the sake of coming every Sunday? ഓരോ ഞായറാഴ്ചയും വരണമെന്നുള്ള ചിന്ത കാരണം Some of us definitely are serving the Lord. നമ്മളിൽ ചിലർ നിശ്ചയമായും ദൈവത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. But it's so important to check our hearts. എന്നാൽ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. Are we really set apart to his purposes? നാം ദൈവത്തിന്റെ പദ്ധതികൾക്കായി നിശ്ചയമായും വേർതിരിക്കപ്പെട്ടവരാണോ? Not our will, but his will. നമ്മുടെ ഇഷ്ടമല്ല, എന്നാൽ പിതാവിന്റെ ഇഷ്ടം. His will. ദൈവത്തിന്റെ ഇഷ്ടം. To know his will, we have to hear him. ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാൻ തക്കവണ്ണം നാം ദൈവത്തെ കേൾക്കണം. Here we are, Jesus. Katave anga bahayan torobo zere. Leiba ramazani antoloraba shekha bala raba. Rithere bedadala rianda zera bala ramani antara. Rekhe medadala hasmana dalalianto she bala raba. Rethra dere biandara zemani andra. Some of us have been asking the Lord, Katave, I have not felt fruitful. നമ്മിൽ ചിലർ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി, കർത്താവേ, ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നില്ല. You're feeling that. നിങ്ങൾക്കത് ചിന്തിക്കുകയാണ്. Some of you are serving the Lord, but you're not feeling fruitful. നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഫലം കായ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. I just feel in my heart there are some of you that have been feeling unfruitful though you are serving the Lord. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ ചിലർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്, എന്നാൽ ഫലം കായ്ക്കാത്ത പോലെ നിങ്ങൾ ചിന്തിക്കുകയാണ്. And I feel the Lord wants you to know that there is a change that is coming into your season. എന്നാൽ നിങ്ങളുടെ കാലത്തിലേക്ക് ഒരു മാറ്റം കടന്നു വരുന്നതായിട്ട് ദൈവം പറയുകയാണ്. Seek the Lord. ദൈവത്തെ അന്വേഷിക്കുക. Continue to take time in his presence. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ സമയമെടുക്കുക. He will reveal that shift. ദൈവം ആ മാറ്റത്തെ വെളിപ്പെടുത്തും. Kabarabazani tho shekhabarabazani antara leiba rabari antara zeiba rabari andra. Some of you that cannot because of your physical condition you cannot serve by coming to the church. ചിലർക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ മുഖാന്തരം സഭയിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല. But you can be an intercessor. എന്നാൽ നിങ്ങൾക്ക് ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകുവാൻ കഴിയും. Or you can be somebody who can encourage others from your home by calling them. എന്നാൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മറ്റുള്ളവരെ വിളിച്ച് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളാകുവാൻ കഴിയും. You can serve in any way. നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലും ശുശ്രൂഷിക്കുവാൻ കഴിയും. But it is important to hear the Lord. എന്നാൽ ദൈവത്തെ കേൾക്കേണ്ടത് അത്യാവശ്യം. Because we are consecrated to him. എന്നാൽ കാരണം നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകും. And to do his will. ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ. I want us to take time to hear the Lord. ദൈവത്തെ കേൾക്കുവാൻ സമയമെടുക്കാം. Can we all stand up to our feet? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? The Lord wants us. He wants our heart. ദൈവത്തിന് നമ്മെ വേണം, നമ്മുടെ ഹൃദയത്തെ വേണം. He wants our devotion. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ദൈവത്തിന് വേണം. He has designed us.
ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. He has created us. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. He has sent us to the earth with a purpose. ദൈവം ഒരു പദ്ധതിയോടുകൂടെ നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. Don't miss life. Don't miss your opportunity with the Lord. ദൈവവുമായിട്ടുള്ള ഈ അവസരം നിങ്ങളുടെ ജീവകാലത്ത് നിങ്ങൾ നഷ്ടമാക്കരുത്. Today, give your heart to the Lord. ഇന്ന് ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തെ നൽകുക. Ask the Lord. ദൈവത്തോട് ചോദിച്ചാൽ Even when you go back home, നിങ്ങൾ ഭവനത്തിലേക്ക് പോകുമ്പോൾ take time to hear the Lord. ദൈവത്തെ കേൾക്കുവാൻ സമയമെടുക്കുക. In His presence, ദൈവ സാന്നിധ്യത്തിൽ the Lord will speak. ദൈവം സംസാരിക്കും. Father, here we are. പിതാവേ, ഞങ്ങളിതാ ഇവിടെ ആയിരിക്കുന്നു. I dedicate myself. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. If that is you, I want you to talk to the Lord. നിങ്ങൾ ആ വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുക. Do not leave this earth without fulfilling the plans of God. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാതെ ഈ ഭൂമി വിട്ടു പോകരുത്. It can mean to be a good parent. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല മാതാപിതാക്കളാകണമെങ്കിൽ It can be that you have to be a good parent. ഒരു പക്ഷേ നിങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് ഒരു നല്ല മാതാവോ പിതാവോ ആകുവാനായിരിക്കാം. Or it can be to be a good worker at your workplace. അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് നല്ല ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആകുവാനാകാം. Wherever you are, എവിടെയാണെങ്കിലും ask the Lord, ദൈവത്തോട് ചോദിക്കുക. what do you want me to do? കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. The Holy Spirit will speak to you. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. കർത്താവെ, ആടിയനേതാ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഓൺലൈനിൽ ആയിരിക്കുന്നതും കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ പദ്ധതികൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രായം വ്യത്യാസമില്ലാതെ കർത്താവെ അങ്ങ് ഞങ്ങളെ വിളിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന അപ്പച്ച, അങ്ങയുടെ വേലയ്ക്കായിട്ട് അങ്ങയുടെ പദ്ധതികൾ കർത്താവെ ഈ ഭൂമിയിൽ നിവർത്തിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ കർത്താവെ. ഉള്ള ആയുസ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. You may be seated. The Lord has called us with a purpose. ദൈവം ഒരു പദ്ധതിയോടുകൂടെ നമ്മെ Do not leave this earth without fulfilling your purpose. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ പൂർത്തീകരിക്കാതെ ഈ ഭൂമി വിട്ടു പോകരുത്. And it starts by seeking the Lord. അത് ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. Even as we are at the end of the year, നാം ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ I want to encourage all my church. എൻ്റെ സഭയെ ഓരോരുത്തരെയും പ്രത്യേകമായി 2 താല്പര്യപ്പെടുത്തുന്നു. weeks രണ്ടാഴ്ച of 2024. 2024 Set it apart for the Lord. അത് കർത്താവിന് വേണ്ടി വേർതിരിക്കുക. You might have your work. നിങ്ങളുടെ ജോലി You കാണുമായിരിക്കും. might have planned your vacation. നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ Find ചിന്തിച്ചിട്ടുണ്ടാകാം. some time with the Lord. എന്നാൽ അല്പസമയം ദൈവത്തിന് വേണ്ടി. Don't enter into 2025 without hearing Him. ദൈവശബ്ദം കേൾക്കാതെ 2025 കയറരുത്. Because He has a purpose. കാരണം ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതി. Fulfill His purpose. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുക. Let's come home to hear well done. നമുക്ക് നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്ന് കേൾക്കുവാനായിട്ട് നമുക്ക് ഭവനത്തിലേക്ക് കയറാം. The Lord bless you. ദൈവാനുഗ്രഹിക്കട്ടെ. Amen.